ഭാഗം 5. ആദ്യത്തെ സ്വപ്നം. ക്രിസ്മസ് വെക്കേഷന് ലില്ലിയെ പോപ്പിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് അപ്പൂപ്പൻ സമ്മതിച്ചിരുന്നു. എല്ലാ തവണയും ക്രിസ്മസ് വെക്കേഷന് അവർ പുറത്തെവിടെയെങ്കിലും ഉല്ലാസയാത്ര പോകാറുണ്ട്. കഴിഞ്ഞ തവണ ഡോക്ടർ അങ്കിൾ പറഞ്ഞതനുസരിച്ച് ഊട്ടിയിലേക്കാണ് പോയത്. പുല്ലുമേഞ്ഞ ഒരു കുടിലിലിരുന്ന് അന്ന് അങ്കിളും ലില്ലിയും ഐസ്ക്രീം കഴിച്ചത് ഇന്നും ഓർമ്മയുണ്ട്. ഇത്തവണ പോപ്പിൻ്റെ വീട്ടിലേക്ക് അങ്കിൾ വരുന്നുണ്ടോ ആവോ. ലില്ലിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് പോപ്പ്. പോപ്പ് ഏലിയാസ് എന്നാണ് മുഴുവൻ പേര്. 5ാം ക്ലാസ് എല്ലാ ഡിവിഷനുകളിലെയും കുട്ടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവർ രണ്ടുപേരുമായിരുന്നു. പക്ഷേ ഒരിക്കലും പോപ്പിന് ലില്ലിയെ ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ലില്ലിക്ക് പോപ്പിനെ ഇഷ്ടമാവാനുള്ള മറ്റൊരു കാരണം കളികളിൽ ചിലപ്പോഴൊക്കെ അവൻ അവളെ തോൽപ്പിച്ച് കളയുന്നത് എന്നതാണ്. ഓട്ടത്തിൽ പോപ്പിനെ ജയിക്കാൻ ആരുമില്ല സ്കൂളിൽ, അതുപോലെ വോളിബോൾ, ബാഡ്മിൻ്റൺ എന്നിവയിലും. വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയാണത്രേ പോപ്പ്. അപ്പനും ഒരു ചേച്ചിയും മാത്രമേ ഉള്ളൂ അവന്. അമ്മ നേരത്തെ മരിച്ചുപോയി. പോപ്പിൻ്റെ ചേച്ചി സുന്ദരിയായിരുന്നു. വളരെ വലിയ ഒരു പണക്കാരൻ അവളെ മോഹിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുപോയത്രേ. കൊട്ടാരം പോലത്തെ ഒരു കാറുണ്ട് അയാൾക്ക്. അതിലാണ് പോപ്പിനെ കാണാൻ അവൻ്റെ ചേച്ചി വരാറ്. പോപ്പിനെ ചേച്ചിയുടെ ഭർത്താവിനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്ന് അവൻ അറിഞ്ഞുകൂടാ. ലില്ലിയോട് പോപ്പ് എല്ലാ കഥകളും പറയാറുണ്ട്. അവനെ പഠിപ്പിച്ച് വലിയ ഒരാളാക്കണമെന്ന് അവൻ്റെ ചേച്ചി ആഗ്രഹിക്കുന്നു. അപ്പനെപ്പോലെ അവനും മീൻപിടുത്തക്കാരനായി തീരരുത്. അതുകൊണ്ട് അവനെ അവൾ തൻ്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ചേച്ചിയുടെ ഭർത്താവിന് അതൊട്ടും ഇഷ്ടമായിരുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം പറയുന്ന അയാളുടെ കൂടെ താമസിക്കാൻ പോപ്പിനും ഇഷ്ടമല്ല. പക്ഷെ ചേച്ചി പറയുന്നത് വലിയ ആളാവണമെങ്കിൽ ഏറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട് എന്നാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ചേച്ചിയുടെ ഭർത്താവ് അവനെ ശകാരിക്കാനൊരു വഴി കണ്ടെത്തുമത്രേ. പോപ്പിന് ഫീസും ഭക്ഷണവും വസ്ത്രവുമൊക്കെ സൗജന്യമായി താനാണ് നൽകുന്നതെന്നും അതുകൊണ്ട് അവനെ ഇഷ്ടം പോലെ ശകാരിക്കാനുള്ള അധികാരം തനിക്കുണ്ടെന്നും അയാൾ കരുതുന്നു. ഇതെന്താ, വല്ല സത്രമോ വഴിയമ്പലമോ ആണോ? പോപ്പിന് ചേച്ചി അല്പം ഭക്ഷണം കൂടുതൽ വിളമ്പുന്നത് കണ്ടാൽ മതി, അയാൾ മുരണ്ടു തുടങ്ങും. ചേച്ചി ഒന്നും പറയില്ല, മുഖം കുനിച്ചിരുന്ന് എല്ലാം കേൾക്കും. ഇതെല്ലാം ലില്ലിയോട് രഹസ്യമായി പറയുമ്പോൾ പോപ്പിൻ്റെ മുഖം ചുവക്കും. അവൻ്റെ കണ്ണുകൾ തിളങ്ങും. ഒരുതരം വൈരാഗ്യം വീണ്ടും അവൻ്റെ ചുണ്ടുകളെ ദൃഢങ്ങളാക്കും. ലില്ലിക്കാണെങ്കിൽ അടക്കാനാവാത്ത ദേഷ്യമാണ് തോന്നുക. എന്നിട്ട് നിന്റെ ചേച്ചി ഒന്നും പറയുന്നില്ലെന്നോ? ചേച്ചിക്ക് പേടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതാവില്ല. ചേച്ചി പറയുന്നത് എല്ലാം സഹിക്കണമെന്നാണ്. പഠിച്ച് വലിയ ഒരാളാകും വരെ എല്ലാം സഹിക്കണമെന്ന്. എന്നിട്ട് അവൻ ബാക്കി പറയില്ല. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വരാൻ പോകുന്ന കാലത്തിലേക്കെന്നോണം നോക്കി അങ്ങനെ ഇരിക്കും. ലില്ലിക്ക് പക്ഷേ ദേഷ്യം വരും. അവളായിരുന്നുവെങ്കിൽ ആ ചേച്ചിയുടെ ഭർത്താവിനെ ഇതൊന്നും പറയാൻ അനുവദിക്കില്ല. അവൾ ആവേശത്തോടെ പറയും, അയാളുടെ കാശെല്ലാം തിരിച്ചു കൊടുക്കണം. അയാൾ ചെലവാക്കിയ എല്ലാ കാശും. വെറിയൻ. നോക്ക്, നീ ഒരു ഡോക്ടറായിക്കോളൂ. ഡോക്ടർമാർക്ക് എത്ര വളരെ രൂപയാണ് കിട്ടുന്നത്. എനിക്കത് ശരിക്കും അറിയാം. അപ്പൂപ്പനെ നോക്കാൻ വരുന്ന ഡോക്ടർമാർക്ക് ഒരുപാട് രൂപ കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ മന്തൻ്റെ എല്ലാ കാശും തിരിച്ചു കൊടുക്കാൻ പറ്റും. പോപ്പ് വാശിയോടെ മൂളും. ആ വാശി അവനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. എന്തൊരു നാണക്കേട്. ഭർത്താവിൻ്റെ ഒപ്പമാണ് ചേച്ചി. അവന് ഭക്ഷണം കൊടുക്കുക, അയാളുടെ വെറുപ്പ് നിറഞ്ഞ മുഖത്ത് നോക്കാൻ ഭയന്ന് അവൻ കുനിഞ്ഞിരിക്കുകയേ ഉള്ളൂ. അയാളെ പേടിച്ച് തന്നെ ആവണം ചേച്ചി വളരെ കുറച്ച് മാത്രമേ അവന് വിളമ്പാറുള്ളൂ. രണ്ടാമത് ചോദിക്കാൻ വിശപ്പ് പ്രേരിപ്പിക്കുമെങ്കിലും അവൻ എണീറ്റു പോകും. വേലക്കാരുടെ സ്ഥിതിയാവും ഇതിനേക്കാൾ ഭേദം. ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന മുറിയിലേക്ക് ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി ചേച്ചി കടന്നു വരുന്നു. മോനും വിശപ്പ് മാറിയില്ലേ? അവർ വാത്സല്യപൂർവ്വം അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കുന്നു. സാരിക്കടിയിൽ ഒളിച്ചു വെച്ച പഴമോ ബിസ്ക്കറ്റോ കൊടുക്കുന്നു.
പിന്നെ ഒച്ചയുണ്ടാക്കാതെ ധൃതിയിൽ നാലു ചുറ്റും നോക്കി കടന്നു പോകുന്നു. അതൊന്നും തിന്നാൻ അഭിമാനം കൊണ്ടെരിയുന്ന അവന് തോന്നാറില്ല. കൈനീട്ടി ഒരു തട്ട് വെച്ച് കൊടുക്കും. ഇതിനൊക്കെ ഒരു ദിവസം പകരം ചോദിക്കണം. വലുതായാൽ ഇന്നത്തെ പോലെയൊന്നും ആവില്ല കാര്യങ്ങൾ. ആ വാശിയോടെയാണ് പോപ്പ് പഠിച്ചിരുന്നതും. ലില്ലിക്കും അങ്ങനെയൊരു വാശി ഉണ്ടായിരുന്നല്ലോ. എൻ്റെ അപ്പൂപ്പന് വയസ്സാവുകയാണ്, പാവം. ഞാനല്ലാതെ ആരാണുള്ളത്? ഞാൻ ആരാണാവുക പോപ്പേ? നീയോ? നീയൊരു ടീച്ചറായിക്കോ ലില്ലിയപ്പ. എന്താ, നിനക്കിഷ്ടമല്ലേ? ടീച്ചറോ? വെറും ടീച്ചറോ? ഹോ, വേണ്ട പോപ്പേ. ഞാനൊരു സിസ്റ്റർ ഫെലിസിറ്റി ആവും. എന്നിട്ട് എല്ലാ ടീച്ചർമാരെയും കുട്ടികളെയും വഴക്കു പറഞ്ഞ് ദേഷ്യപ്പെട്ട് കണ്ണടയും വെച്ച് ദാ ഇങ്ങനെ നടക്കും. ലില്ലി സിസ്റ്റർ ഫെലിസിറ്റിൻ്റെ നടത്തം അഭിനയിച്ചു. ഇടയ്ക്ക് പെട്ടെന്ന് അത് നിർത്തിയിട്ട് ലില്ലി പറഞ്ഞു, പക്ഷേ നിനക്കറിയാമല്ലോ, ഒരു സിസ്റ്റർ ഫെലിസിറ്റി ആവുക അത്ര എളുപ്പമല്ല. ഒരു ഡോക്ടർ ആവുന്നതോ? അതിനേക്കാൾ വിഷമമുണ്ട് സിസ്റ്റർ ഫെലിസിറ്റി ആവാൻ. ഒന്നാമത് നീ നോക്ക്, ഞാൻ എത്ര മെലിഞ്ഞിട്ടാണ്. സിസ്റ്റർ ഫെലിസിറ്റി ആകണമെങ്കിൽ തടിച്ച് ഇത്രയ്ക്കാവണ്ടേ? പിന്നെ ലില്ലി സ്വരം താഴ്ത്തി പോപ്പിൻ്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. പിന്നെ മീശയുണ്ടാവണ്ടേ? അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഫെലിസിറ്റി അമ്മയ്ക്ക് മീശയുണ്ടായിരുന്നു. അവരുടെ ചുവന്ന മേൽചുണ്ടിനു മീതെ തന്നെ കറുത്ത് ആണുങ്ങളെപ്പോലെ മീശയുണ്ടായിരുന്നു. തന്നെയുമല്ല, അവരുടെ പതുങ്ങിയ മൂക്കിൻ്റെ ഇടതുവശത്തായി കറുത്ത ഒരു അരിമ്പാറയുള്ളതിൽ നിന്ന് 4-5 നീണ്ട രോമങ്ങൾ ഞാന്ന് കിടക്കുന്നതും കാണാം. ഇടയ്ക്കിടെ അവരത് മുറിച്ചു കളയും. അപ്പോഴൊക്കെ കുറ്റുപോലെ നിൽക്കുന്ന ആ രോമങ്ങൾ ഫെലിസിറ്റമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ വിറയ്ക്കാൻ തുടങ്ങും. ഒരുപക്ഷെ പോപ്പേ, ഞാൻ ഒരിക്കലും സിസ്റ്റർ ഫെലിസിറ്റ് ആവില്ല. അതായത് എനിക്ക് മീശ വന്നില്ലെങ്കിലോ? ലില്ലി വളരെ ഗൗരവത്തിലായിരുന്നു. എല്ലാ പെണ്ണുങ്ങൾക്കും മീശ ഉണ്ടാവാറില്ല. വളരെ കുറച്ചു പേർക്ക് അതുണ്ടാവും. സിസ്റ്റർ ഫെലിസിറ്റിന് മീശയുണ്ടായി. അവരത് മുറിച്ചു കളയുകയാണ്. എങ്കിലും അവർക്ക് മീശയുള്ളത് സത്യമാണ്. ലില്ലിക്കൊരിക്കലും മീശ വന്നില്ലെങ്കിലോ? പോപ്പിന് ചിരി വന്നു. ലില്ലിയപ്പ, നീ സിസ്റ്റർ ഫെലിസിറ്റി ആവണ്ട. നിന്റെ മൂക്കിൻ്റെ ഇടത്തെ ഭാഗത്ത് ഒരു കറുത്ത അരിമ്പാറയും ഇല്ലല്ലോ. അതും വരില്ല അല്ലേ? ഓ, അത് ഫെലിസിറ്റി അമ്മ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നിരിക്കും. എന്നാലും എനിക്കതറിയാം. എന്നാലും പോപ്പേ, സിസ്റ്റർ ഫെലിസിറ്റി ആവുക എന്തൊരു രസമാണ്. ഭയങ്കര രസമാണത്. ഫീസ് അടയ്ക്കേണ്ട ദിവസങ്ങളിൽ പക്ഷേ പോപ്പിന് ഈ ചുണയും ചൊടിയുമൊന്നും ഉണ്ടാവില്ല. അവനാകെ ആവലാതിയാണ്. ഫീസിൻ്റെ ഒരു ദിവസം തെറ്റിയാൽ മതി, സിസ്റ്റർ ഫെലിസിറ്റ ചീത്ത പറയാൻ തുടങ്ങും. എല്ലാ തവണയും ഫൈൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവന്. ഫീസ് അടയ്ക്കേണ്ടുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ചേച്ചിയുടെ ഭർത്താവ് ലഹള തുടങ്ങും. വെറുതെ ഇക്കണ്ട പണമെല്ലാം ചെലവിട്ട് ഈ ചെറുക്കനെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? അയാൾ ചേച്ചിയോട് തട്ടിക്കയറും. ഞാൻ നിന്നെ മാത്രമാണ് കെട്ടിയത്. നിന്നെ മാത്രമേ എനിക്ക് നോക്കേണ്ട ചുമതലയുള്ളൂ. നിൻ്റെ ആങ്ങളെ ചെറുക്കനെ ഞാൻ കെട്ടിയിട്ടില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറുതെ കളയാൻ എനിക്കിഷ്ടമില്ല. അയാൾ എല്ലാ തവണയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഫീസിൻ്റെ കാര്യം ചേച്ചിയെ ഓർമ്മിപ്പിക്കാൻ പോലും അവന് പേടിയായിരുന്നു. ഞാൻ വാങ്ങിത്തരാം, ചേച്ചി അവനെ ആശ്വസിപ്പിക്കും. പക്ഷേ ചേച്ചി വിവരം പറയുമ്പോഴേക്കും പിശുക്കൻ വിറ തുടങ്ങും. അയാൾ ഒച്ചയിടും. അയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്ന് ചേച്ചി പോപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ 10 ചാക്ക് നോട്ടുകൾ അയാളുടെ കയ്യിലുണ്ടാകും. എന്നാലും അയാൾ പറയുന്നത് തനിക്കൊന്നുമില്ലെന്നാണ്. പക്ഷേ അയാളുടെ ഒച്ചവെക്കലുകളെല്ലാം ചേച്ചി നിശബ്ദം സഹിക്കും. പണക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന സെൻറ്റ് പോൾ സ്കൂളിൽ പോപ്പിനെ ചേർത്ത് പഠിപ്പിക്കാനുള്ള കഴിവൊന്നും തൻ്റെ അപ്പന് ഇല്ലെന്ന് അവൾക്ക് നന്നായി അറിയാം. പക്ഷെ പോപ്പിനും കൂടി വേണ്ടിയാണ്, അവൻ്റെ ഭാവിയെ ഓർത്തിട്ടും കൂടിയാണ് ഈ മന്ദൻ പിശുക്കനെ താൻ കല്യാണം കഴിച്ചതെന്ന് പാവം അവൾ പറയുന്നു. അതുകൊണ്ട് അവന് വേണ്ടി എന്ത് അപമാനവും സഹിക്കാൻ അവൾ തയ്യാറാണ്. അയാളുടെ വാക്കുകൾ കേട്ടതേയില്ലെന്ന് നടിച്ച് അവൾ അയാളോട് കെഞ്ചും. പോപ്പിന് ഫീസ് അടയ്ക്കേണ്ട തീയതി കഴിഞ്ഞല്ലോ. അതിന് ഞാൻ എന്തു വേണം? ഫൈൻ അടയ്ക്കുന്നത് നമുക്ക് മോശമല്ലേ?
അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. പുറത്താക്കട്ടെ, അവൻ്റെ അപ്പൻ മീൻ പിടിക്കുന്നില്ലേ, ഫീസ് കൊടുക്കാൻ പറയും. അങ്ങനെ ഒരിക്കലും ആദ്യത്തെ ദിവസം തന്നെ ഫീസ് കൊണ്ടുവരാൻ പോപ്പിന് സാധിച്ചിട്ടില്ല. എല്ലാ തവണയും സിസ്റ്റർ ഫെലിസിറ്റ അവനെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. അവസാന ദിവസവും അവൻ ഫീസ് അടയ്ക്കാതിരുന്നത് മൂലം സിസ്റ്റർ അവനെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇരുന്നിട്ടാണ് തനിക്ക് ഫീസ് കിട്ടുന്നതെന്ന് പോപ്പ് ലില്ലിയോട് പറഞ്ഞു. ഇതിനേക്കാൾ ഭേദം തെണ്ടുകയാണ്. ഒരു ദിവസം ചേച്ചി അവനോട് പറഞ്ഞു, നീ ഒന്ന് ചോദിച്ചു നോക്കൂ പോപ്പേ, എനിക്ക് വയ്യ പോയി പിച്ച ചോദിക്കാൻ. എന്താ നീ പറഞ്ഞത്? ചേച്ചി അവനോട് ദേഷ്യപ്പെട്ടു. അല്ലാതെ നീ എങ്ങനെയാണ് പഠിക്കാൻ വിചാരിക്കുന്നത്? ഇങ്ങനെ എനിക്ക് പഠിക്കണ്ട. പോപ്പിന് അതിയായ സങ്കടം വന്നിരുന്നു. പക്ഷെ ചേച്ചിക്ക് ദേഷ്യം കൂടി. പോടാ പോ, നീയും അപ്പനെ പോലെ കടലിൽ പോയിക്കോ. നിരാശയും ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി അവളെ വല്ലാതാക്കി. പോപ്പിനെ പിടിച്ചൊരു ഉന്ത് കൊടുത്തിട്ട് അവൾ കട്ടിലിൽ പോയി വീണ് തേങ്ങി തേങ്ങി കരഞ്ഞു. അവന് കരച്ചിൽ വന്നു. അവൻ ഓടിച്ചെന്ന് അവൻ്റെ പെങ്ങളെ കെട്ടിപ്പിടിച്ചു. അവൻ ഉറക്കെ കരഞ്ഞു. പാവം എൻ്റെ കൊച്ചു പോപ്പ്. അവൾ അവൻ്റെ കണ്ണീർ തുടച്ചു. അവൻ എത്ര അപമാനമാണ് സഹിക്കുന്നത്. ഇതൊരു നശിച്ച ഇരുണ്ട തടവറയാണ് ഈ കൊട്ടാരം പോലുള്ള വീട്. പോപ്പിൻ്റെ ഉരുണ്ട താടിയിൽ മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ടാണ് കുട്ടാ ചേച്ചി എല്ലാം പറയുന്നത്. നീ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. നീ ഇനി ഇങ്ങനെ പറയുമോ? കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് എണീറ്റ് പോയി. പാവം. പോപ്പിനറിയാം അവൻ്റെ പെങ്ങൾ സാധുവാണ്, മഹാപാവമാണ്. പോപ്പിന് അവളെ ജീവനാണ്. അപ്പൻ കടലിൽ പോയിട്ട് വരാൻ വൈകുന്ന രാത്രികളിൽ കുടിലിൻ്റെ മുറ്റത്ത് അവനെയും എടുത്ത് നടന്ന് ചോറൂട്ടി താരാട്ടുപാടി ഉറക്കാറുള്ളത് മുതൽ എല്ലാം അവന് ഓർമ്മയുണ്ട്. അവൾ അവൻ്റെ അമ്മയെപ്പോലെ ആയിരുന്നു. അവന് ചെറുപ്പത്തിൽ എല്ലാറ്റിനെയും പേടിയായിരുന്നു. ആകാശത്തെ, കടലിനെ, തെങ്ങിൻ തോപ്പുകളുടെ നിഴലിനെ എല്ലാം. പക്ഷെ ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവൾ പറയുന്ന കഥകളും കേട്ട് ഉറങ്ങുമ്പോൾ പോപ്പ് ഭയം അറിഞ്ഞിരുന്നില്ല. എന്നും കുളിച്ച് ഭംഗിയായി മുടി ചീകി ഒരിക്കലും മുലയാത്ത യൂണിഫോം ധരിച്ച് മോഡിയിൽ സ്കൂളിൽ വരുമ്പോൾ അവൻ്റെ കുഞ്ഞു മനസ്സിലെ ഇത്തരം ദുഃഖങ്ങളൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ പക്ഷെ ഈ ദുഃഖങ്ങളുടെ നിഴലുകൾ ഇഴയുന്നുണ്ടായിരുന്നു. മറ്റു കുട്ടികളുടെ കണ്ണിൽ അവന് പരമസൗഖ്യമായിരുന്നു. പക്ഷേ ലില്ലിക്ക് മാത്രമേ ഒരു പാവം മുക്കുവ കുട്ടിയുടെ ഹൃദയവേദനയുടെ കഥകൾ അറിയാമായിരുന്നുള്ളൂ. കടപ്പുറത്താണ് പോപ്പിൻ്റെ വീട്. തെങ്ങിൻ തോപ്പുകളുടെ നിഴലിൽ കമഴ്ത്തി വെച്ച വലിയൊരു കുട പോലെ ഓലമേഞ്ഞ ഒരു കൊച്ചു വീട്. മുറ്റത്ത് നിറയെ പൂഴി മണലാണ്. നടക്കുമ്പോൾ കാലുകൾ പുതഞ്ഞു പോകുന്ന മണൽ. വേലിയേറ്റത്തിൻ്റെ സമയത്ത് കടൽ ഒരു അതിഥി പോലെ മുറ്റത്തേക്ക് കയറി വരും. കക്കകളും ശംഖുകളും അവിടെ ഇട്ടിട്ട് ഇറങ്ങിപ്പോകും. ഒരു ദിവസം കടൽ അങ്ങനെ വരുമ്പോൾ ഒരു സ്വർണ്ണക്കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ മുറ്റത്ത് കൊണ്ടുവെക്കുമെന്ന് പോപ്പ് വിചാരിക്കുന്നു. അതോടെ അവർ പണക്കാരാവും. അതുണ്ടാവും, തീർച്ചയാണ്. വീട്ടുമുറ്റത്ത് നിന്ന് നോക്കിയാൽ അകലെ ആകാശം മുട്ടി പരന്നു കിടക്കുന്ന നീലക്കടലിൻ്റെ അപാരതയാണ്. കരയിലേക്ക് ഉരുണ്ടുവന്ന് കളിച്ച് ചിരിച്ച് പിൻവാങ്ങിപ്പോകുന്ന തിരമാലകൾ. കടപ്പുറത്തെ പൂഴിമണലിൽ നിരനിരയായി കമഴ്ത്തി വെച്ചിട്ടുള്ള തോണികൾ. കടലിന് മീതെ വട്ടമിട്ട് പറക്കുന്ന കടൽ കാക്കകൾ. അവധിക്കാലത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ താൻ പഠിക്കുന്നത് മിക്കവാറും കടപ്പുറത്ത് കമഴ്ത്തി വെച്ചിട്ടുള്ള ഒരു തോണിയിന്മേൽ ചാരിയിരുന്നിട്ടാവും എന്ന് പോപ്പ് പറഞ്ഞു. അതുമില്ലെങ്കിൽ കടലിലേക്ക് ചാഞ്ഞു വളരുന്ന തെങ്ങിൻ തടിയിന്മേലിരുന്ന് കാലാട്ടിക്കൊണ്ട്. കടൽ വെള്ളത്തിൽ കിടന്ന് കുത്തിമറിയാൻ ബഹുരസമാണ്. പോപ്പിന് ഒട്ടും പേടിയില്ല. വേണമെങ്കിൽ ഒരു തിരമാലയുടെ ഒപ്പം ഉരുണ്ടു മറിയാനും അവന് പറ്റും. അതെല്ലാം പോപ്പ് വിശദീകരിക്കുമ്പോൾ ലില്ലിയുടെ കണ്ണുകൾ തിളങ്ങും. അവൾ ഇതുവരെ കടൽ കണ്ടിട്ടില്ല. ഒരിക്കൽ പോപ്പിൻ്റെ വീട്ടിൽ പോകണം. അപ്പൂപ്പനോട് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കാതിരിക്കില്ല. കുറേ കക്കകൾ പെറുക്കിക്കൊണ്ടുവരണം. പോപ്പിൻ്റെ അപ്പനാണെങ്കിൽ കടലിലെ 100,000 രസകരങ്ങളായ കഥകളും അറിയാമത്രേ. ക്രിസ്മസ് അവധിക്ക് അപ്പൂപ്പനോട് പറഞ്ഞിട്ട് ഞാനും വരും നിൻ്റെ വീട്ടിൽ. എനിക്ക്
നിന്റെ അപ്പനെ നല്ല ഇഷ്ടമായിരിക്കും. നിന്റെ അപ്പൻ വഴക്കു പറയുന്ന ആളൊന്നുമല്ലല്ലോ, ആണോ പോപ്പേ? പോപ്പിന് ചിരി വന്നു. അപ്പൻ വഴക്കു പറയുന്ന ആളാണത്രേ. എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പോപ്പിൻ്റെ അച്ഛൻ. എപ്പോഴും കുടിച്ചു പൂസായി പാട്ടുപാടി അങ്ങനെ ഇരിക്കും. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും. എന്നിട്ട് കടലിൽ പോവും. രാവിലെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നല്ല നല്ല മീനുണ്ടാവും, ചിലപ്പോൾ ഒന്നും കാണില്ല. ഒന്നുമില്ലാത്ത ദിവസം നേരെ വീട്ടിൽ വന്ന് ചുരുണ്ടുകൂടി കിടക്കും. മീനുള്ള ദിവസം അപ്പന് വലിയ ഉത്സാഹമായിരിക്കും. അന്ന് ആഹ്ലാദം നിറഞ്ഞ പൊട്ടിച്ചിരികൾ കൊണ്ട് അപ്പൻ വീട് നിറയ്ക്കും. മീനെല്ലാം കടപ്പുറത്ത് വെച്ച് തന്നെ വിൽക്കും. എന്നിട്ട് പോയി വയറു നിറയെ കുടിക്കും. കുടി കഴിഞ്ഞ് വന്നാൽ അപ്പൻ പാടൽ തുടങ്ങുകയായി. എത്ര പാട്ടാണ് പാടുക എന്നതിനൊരു കണക്കുമുണ്ടാവില്ല. ഒരു പാട്ടിനും തുമ്പും വാലും ഉണ്ടാവുകയില്ല. ഒടുവിൽ എല്ലാ പാട്ടുകളും കൂടി കൂട്ടിക്കുഴച്ച് അപ്പൻ ചുമരും ചാരിയിരുന്ന് ഉറങ്ങും. ഇതൊക്കെ പോപ്പ് ശ്രദ്ധിക്കുകയുണ്ടാവും. എത്രയും വലിയ കുരിശേ എന്ന പാട്ടാണ് അപ്പന് ഏറ്റവും വലിയ ഇഷ്ടം. അതാണ് അധികവും പാടാറുള്ളതും. ജീവിതം തൻ്റെ തലയിൽ വന്ന് വീണ എത്രയും വലിയ കുരിശാണെന്ന് ആ പാട്ടിൻ്റെ അർത്ഥം. ഈ ലോകത്തിൽ അപ്പൻ ആരെങ്കിലും വഴക്ക് പറയുന്നത് പോപ്പ് കേട്ടിട്ടില്ല. പിന്നെയല്ലേ ലില്ലിയെ? അവൻ ചിരിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ ചോദിച്ചു, നീ വരുമോ ലില്ലിയപ്പ? ഉവ്, തീർച്ച. ക്രിസ്മസ് അവധി ആരംഭിച്ചത് ഡിസംബർ 23 ആയിരുന്നു. 22 പരീക്ഷകൾ അവസാനിച്ചു. ലില്ലിയുടെ അപ്പൂപ്പൻ അന്ന് തന്നെ ലില്ലിയെ കൊണ്ടുപോകാൻ എത്തി. ലില്ലി പോകാനൊരുങ്ങുമ്പോൾ പോപ്പ് ഓടിച്ചെന്നു. വരാനില്ലേ? ഉത്കണ്ഠയോടെ അവൻ തിരക്കി. ലില്ലി അപ്പൂപ്പനെ നോക്കി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പോപ്പിൻ്റെ തോളിൽ തട്ടി. തീർച്ചയായും വരും മിടുക്ക, അദ്ദേഹം പറഞ്ഞു. ലില്ലിക്ക് അത്ഭുതമായി. പോപ്പ് അവൻ്റെ വീട്ടിൽ ചെല്ലുന്ന കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൂപ്പന് അവൻ വാക്ക് കൊടുക്കുന്നത് എന്തോർത്തിട്ടാണാവോ? പോപ്പിൻ്റെ മുഖത്തും സംശയമുണ്ടായിരുന്നു. അവൻ ചോദ്യം ആവർത്തിച്ചു. എൻ്റെ വീട്ടിൽ വരില്ലേ ലില്ലിയപ്പ? അപ്പൂപ്പൻ ചിരിച്ചു. അദ്ദേഹം കൗതുകത്തോടെ പോപ്പിനെ നോക്കി. വരുമടോ, തീർച്ചയാണ്. അപ്പൂപ്പൻ അതും പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. എന്നിട്ട് കാറിലേക്ക് കയറി പോപ്പൊന്നും നിശ്ചയിക്കാനാവാതെ അങ്ങനെ നിന്നു. ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞു നോക്കട്ടെ, ലില്ലി അവനെ സമാധാനിപ്പിച്ചു. അവർ പോവുകയും ചെയ്തു. ഓ, ഒരിക്കലും ലില്ലി വരാൻ പോകുന്നില്ല, പോപ്പ് നിരാശയോടെ ഓർത്തു. അപ്പൂപ്പൻ തന്നെ കളിയാക്കിയതാവും. പക്ഷെ കാർ ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ തനിക്ക് ടാറ്റ പറഞ്ഞിരുന്നു. അദ്ദേഹം എന്തിനെന്നെ കബളിപ്പിക്കണം? പക്ഷേ ഇല്ല, അവർ വരികയുണ്ടാവില്ല. നാളെയാണ് പോപ്പ് അപ്പൻ്റെ അടുത്ത് പോകുന്നത്. ചേച്ചി അവനെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോപ്പ് നിരുത്സാഹനായി ബദാം മരത്തിൻ്റെ തടിയിൽ വിരലുകൊണ്ട് കോറിക്കൊണ്ട് നിന്നു. ലില്ലിയപ്പ ഭാഗം 5 ഇവിടെ അവസാനിക്കുകയാണ്. കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.